ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു യുവാവിന്റെ കണ്ണീർ കുറിപ്പാണ്. തുള്ളി വെള്ളം പോലും കുടിക്കാനാകാതെ ഡോക്ടർമാരുടെ ഈഗോയിൽ താൻ 44 കിലോ വരെ എത്തി മരണത്തെ മുഖാമുഖം കണ്ടതാണ് തൃശൂർ പുള്ളു സ്വദേശിയായ ലാൽസൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. വളരെ വേഗം ചികിത്സിച്ചു മാറ്റാമായിരുന്ന തൈറോയ്ഡ് ക്യാൻസർ ഡോക്ടർമാരുടെ ഈഗോ മൂലം വഷളായ ദുരവസ്ഥയാണ് ലാൽസൺ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ലാൽസന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്യാൻസർ രോഗങ്ങളിൽ വരാവുന്ന ഏറ്റവും ചെറിയ ക്യാൻസറായ പാപ്പിലറി കാർസിനോമയായിരുന്നു തനിക്ക്. തുടർന്ന് ചികിത്സയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത് അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്ററിലേക്കും താൻ എത്തി. തുടർന്ന് സർജറി ചെയ്ത് ക്യാൻസർ രോഗം പിടിപെട്ട തൈറോയിഡ്, ലിംഫാനോഡുകൾ എന്നിവ നീക്കി. എന്നാൽ സർജറി കഴിഞ്ഞ് എനിക്ക് 30 റേഡിയേഷൻ വേണമെന്നായിരുന്നു ഡോക്ടർമാർ ഫയലിൽ കുറിച്ചത്. എന്നാൽ സീനിയർ ഡോക്ടർ തന്നോട് റേഡിയേഷൻ ആവശ്യമില്ലെന്നും പകരം അയഡിൻ തെറാപ്പിയാണ് ചെയ്യുകയെന്നും പറഞ്ഞ് റേഡിയേഷൻ ഫയലിൽ നിന്നും വെട്ടിയെങ്കിലും സർജറി ഡോക്ടർമാർ സമ്മതിച്ചില്ലെന്ന് ലാൽസൺ പറയുന്നു. പിന്നീട് സർജറി ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും തമ്മിൽ ഇക്കാര്യത്തിൽ വഴക്കിട്ടു. തുടർന്ന് ജീവിതത്തിൽ ഇനി ഈ രോഗം വരാതിരിക്കാനാണ് റേഡിയേഷൻ ചെയ്യുന്നതെന്ന സർജറി ഡോക്ടർമാരുടെ ഉറപ്പിൽ വഴങ്ങി തന്റെ അറിവില്ലായ്മ മൂലവും താൻ റേഡിയേഷന് സമ്മതിച്ചെന്നും ലാൽസൺ പറയുന്നു. അന്നേരം തനിക്ക് 107 കിലോയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 30 ഹൈ ഡോസ് റേഡിയേഷനിൽ ലാൽസന്റെ കഴുത്ത് മുഴുവൻ പൊള്ളി, വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെയായി. അന്നനാളം വെന്തുകരിഞ്ഞതോടെ ലാൽസൺ മരണത്തെ മുഖാമുഖം കണ്ടു. ഭക്ഷണമോ വെള്ളമോ കഴിക്കാനാകാതെ 44 കിലോയിലേക്ക് ലാൽസന്റെ ഭാരം കുറഞ്ഞു. പിന്നീട് ആ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയായതോടെ താൻ ലേക്ക് ഷോറിലേക്ക് മാറി. പിന്നീട് അവിടുത്തെ ഡോക്ടർ ഗംഗാധരനും അസിസ്റ്റന്റ് ഡോക്ടർ അന്നു സൂസൻ ജോർജുമാണ് തന്റെ ജീവിതം രക്ഷിച്ചതെന്ന് ലാൽസൺ പറയുന്നു. 1 വർഷത്തിനു മേലെയായി ലാൽസൺ ഒരു തുള്ളി വെള്ളം ഇറക്കിയിട്ട്. ഒരു തുള്ളി വെള്ളം ഇറക്കാനുള്ള തന്റെ കൊതിയും ലാൽസൺ കുറിച്ചിട്ടുണ്ട്. ലേക്ക് ഷോറിലെ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം തുടങ്ങിയിട്ടുണ്ട്. അന്നനാളം തുറക്കാനുള്ള സർജറിക്ക് ലാൽസൺ ഇന്ന് വിധേയനായിരിക്കുകയാണ്. താൻ തിരിച്ചെത്തുമെന്ന് 100% ഉറപ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചാണ് ലാൽസൺ സർജറിക്ക് പോയത്. തന്റെ ജീവിതം നശിപ്പിച്ച ഡോക്ടർമാർക്കും ആശുപത്രിക്കുമെതിരെ താൻ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശക്തമായി പ്രതികരിക്കുമെന്നും കുറിച്ചിട്ടുണ്ട്. ലാൽസൺ ആരോഗ്യവാനെ തിരിച്ചെത്താൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ബന്ധുക്കളും കൂട്ടുകാരും. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.